ഹാപ്റ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പമുള്ള മലയാളത്തിലെ അക്ഷരമാലയാണ്. എന്നാൽ നമുക്കറിയാമല്ലേ, മലയാളം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അക്ഷരമാല എന്ന് പറയുന്നത് വെറുതെ ആ ഈ എന്ന് പറഞ്ഞു പോകുന്നത് മാത്രമല്ല, അതിൽ മലയാളത്തിൽ ഓരോ അക്ഷരങ്ങളെയും ഓരോ അക്ഷര വിഭാഗത്തെയും വ്യത്യസ്ത തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അത്തരത്തിൽ മലയാള അക്ഷരമാല എന്താണ്, എങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്, അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാലേ, അക്ഷരങ്ങളെ നമ്മൾ സ്വരം എന്നും വ്യഞ്ജനം എന്നായിട്ടാണ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്വരാക്ഷരങ്ങൾ എന്നും പറയും, വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും പറയുന്ന ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്നതാണ് മലയാളത്തിലെ അക്ഷരമാല എന്ന് പറയുന്നത്. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചേരുന്നത്. എന്താണ് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചോദിച്ചാൽ, വ്യഞ്ജനങ്ങളോട് സ്വരാക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ഒരു വാക്ക്, ഒരു അക്ഷരം ഉണ്ടാവുക. എന്ന് വെച്ചാൽ ക എന്ന അക്ഷരത്തിലാണ് നമ്മൾ ക എന്ന് പറയുക. പക്ഷെ ക അധികം ആയാണ് എന്തെന്ന് പറയുക, ക എന്ന് പറയുക. ക അധികം ആ. അപ്പോൾ ക എന്ന അക്ഷരത്തോട് ആ എന്ന സ്വരാക്ഷരം ചേരുമ്പോഴാണ് ക എന്ന അക്ഷരം നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരത്തോട് സ്വരാക്ഷരങ്ങൾ അല്ലെങ്കിൽ സ്വരചിഹ്നങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന അതാണ് പദങ്ങൾ, അക്ഷരങ്ങൾ, വാചകങ്ങൾ എന്നൊക്കെ പറയാം. അതിനു മുമ്പുള്ള അവസ്ഥയെ നമ്മൾ വർണ്ണം എന്നാണ് പറയുക. അത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, എല്ലാ അക്ഷരങ്ങൾക്കും, സ്വരാക്ഷരങ്ങളിൽ എല്ലാ അക്ഷരങ്ങൾക്കും ചിഹ്നം ഉണ്ടെങ്കിലും ആ എന്ന അക്ഷരത്തിന് ഒരു ചിഹ്നമില്ല. ചിഹ്നം ഇല്ല. മറ്റുള്ള ആ എന്നതിന് നമ്മൾ നീട്ടുന്നതിനുണ്ട് ഉള്ളൊരിതുണ്ട്. അതേപോലെ തന്നെ ഈ എന്നതിന് വള്ളിയിടും, ഈ ഒരു കുനിപ്പിട്ട് വള്ളിയിടും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൂലേ. പക്ഷേ ആ എന്ന അക്ഷരത്തിന് ഒരു ചിഹ്നമില്ല. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ അക്ഷരമാല എന്ന് പറയുന്നത്. വ്യഞ്ജനങ്ങളോട് സ്വരചിഹ്നങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയാ, അക്ഷരങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ, വാചകങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണ് അക്ഷരങ്ങൾ കൂടി പദങ്ങൾ ഉണ്ടാവും, പദങ്ങൾ കൂടി വാചകങ്ങൾ ഉണ്ടാവും. അത്തരത്തിലാണ് നമ്മുടെ അക്ഷരമാലയുടെ ഒരു രീതി എന്ന് പറയുന്നത്, മലയാളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ എന്ന സ്വരത്തിന് ചിഹ്നം ഇല്ല. അതുപോലെ സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങളെയാണ് എന്തെന്ന് പറയാം, സ്വരാക്ഷരങ്ങൾ എന്ന് പറയാം. മറ്റൊന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ എന്ന ഈ അക്ഷരങ്ങളിൽ മറ്റൊരു അക്ഷരത്തിൻ്റെ ആവശ്യമില്ലാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന അക്ഷരങ്ങളെയാണ് എന്തെന്ന് പറയാ, സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അത് സ്വയം ഉച്ചാരണക്ഷമങ്ങളായിട്ടുള്ള അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകതയാണ് സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. അതിന് സ്വയം ഉച്ചാരണക്ഷമമാണ് എന്നുള്ളതാണ് സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകത. നമുക്ക് ചെറിയ ക്ലാസ് മുതലേ അറിയാവുന്ന കാര്യമാണ് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്. അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി ഒന്ന് പറഞ്ഞു വെക്കാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ എന്നിവയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ എന്നിവയും പറയാറുണ്ട് അല്ലേ. ഇത്രയാണ് നമ്മൾ സ്വരാക്ഷരങ്ങളിൽ ഉള്ളത്. ഈ സ്വരാക്ഷരങ്ങളെ തന്നെ നമ്മൾ രണ്ടായിട്ട് വർഗീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ, ഹ്രസ്വമെന്നും ദീർഘമെന്നും. ഹ്രസ്വം, ദീർഘം എന്നിങ്ങനെ സ്വരാക്ഷരങ്ങളെ നമ്മൾ രണ്ടായിട്ട് വർഗീകരിക്കുന്നുണ്ട്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ഒരു മാത്രയിൽ ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങൾ, വർണ്ണങ്ങളെയാണ് നമ്മൾ ഹ്രസ്വ അക്ഷരങ്ങൾ എന്ന് പറയാം. ആ, ഇ, ഉ, എ, ഓ എന്നിവയാണ് ഹ്രസ്വ അക്ഷരങ്ങളിൽ പെടുന്നത്. അ, ഇ, ഉ,
എ ഓ. ഇതൊക്കെ ഒരു മാത്രയിൽ നമ്മൾ അ എന്ന് പറയുമ്പോൾ ഒരു മാത്രമേ ആവശ്യമുള്ളൂ. അത്തരത്തിൽ ഒരു മാത്രയിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ നമ്മൾ എന്തോ പറയും? ഹ്രസ്വങ്ങൾ എന്ന് പറയും. അപ്പോൾ ദീർഘം എന്താന്ന് വെച്ചാൽ ഒന്നില് അധികം, എന്ന് വെച്ചാൽ രണ്ട് മാത്രയിലൊക്കെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് ദീർഘം എന്ന് പറയാ. ആ, ഈ, ഊ, എ, ഐ, ഓ, ഔ എന്നൊക്കെ പറയുന്നതിന് രണ്ട് മാത്ര ആവശ്യമായിട്ട് വരും. അത്തരം അക്ഷരങ്ങളെ നമ്മൾ എന്ത് പറയും? അത്തരം സ്വരാക്ഷരങ്ങളെ നമ്മൾ ദീർഘം എന്ന് പറയും. ദീർഘമെന്നും ഹ്രസ്വമെന്നും നമ്മൾ സ്വരാക്ഷരങ്ങളെ രണ്ടായി തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ എന്ന അക്ഷരത്തിന് ചിഹ്നങ്ങളില്ല എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിഹ്നങ്ങൾ നോക്കാം. ചിഹ്നങ്ങൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ചിഹ്നങ്ങളെ മാത്രമായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ക എന്ന അക്ഷരത്തോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ളത്. ടൈപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നോക്കാം. ക എന്ന അക്ഷരത്തോട് ആ ചേരുമ്പോൾ, ആ ചേരുമ്പോൾ, ഈ ചേരുമ്പോൾ, ഈ ചേരുമ്പോൾ എങ്ങനെ വരും? ക, കാ, കി, കീ, കു, കൂ, കൃ, കെ, കേ, കൈ, കോ, കോ, കൗ എന്നിങ്ങനെയാണ് സ്വരാക്ഷരങ്ങൾ മറ്റൊരു അക്ഷരത്തോട് ചേരുക. അത്തരത്തിൽ നമ്മളെ മറ്റുള്ള അക്ഷരങ്ങളോട്, വ്യഞ്ജനാക്ഷരങ്ങളോടൊക്കെ ചേരുമ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് എഴുതുക. അതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വെക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് അറിയാലേ. ക, ഖ, ഘ, ഘ, ങ, ച, ഛ, ജ, ജ, ഞ, ട, ഠ, ഢ, ഢ, ണ, ത, ധ, 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 ന, പ, ഭ, ബ, ഭ, മ, ട എന്നിവയാണ്. യ, പിന്നെ യ, ര, ല, വ, ശ, സ, ഹ, ള, ഴ, റ എന്നിങ്ങനെയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഉള്ളത് എന്നറിയാലേ. ഈ വ്യഞ്ജനാക്ഷരങ്ങളെ നമുക്ക് ഖരമെന്നും അനുനാസികമെന്നും അധികരമെന്നും മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ 5 ആയിട്ടാണ് തിരിക്കുന്നത്. നമ്മൾ അഞ്ചായിട്ട് തന്നെയാണ് നമ്മൾ ഇത് എഴുതുക, വ്യഞ്ജനാക്ഷരങ്ങൾ. അതിന് നമ്മൾ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. ഖരം എന്നുള്ള ഇതിലെ ഉൾപ്പെടുന്നതിൽ നോക്കുക. ക, ച, ട, ത, പ. ഒരു ഇരട്ടിപ്പ് തോന്നില്ലേ നമുക്ക്? ക, ച, ട, ത, പ എന്ന് പറയുമ്പോൾ ഒരു ഗാംഭീര്യത്തോടെയാണ് നമ്മൾ അത് ഉച്ചരിക്കുക. ഈ ഖരത്തോട് ഹ ചേരുമ്പോൾ ഖ പ്ലസ് ആയാണ് എന്തെന്ന് വരിക? ഘ എന്ന് വരിക. നഖത്തിൻ്റെ ഘയൊക്കെ വരുന്നത് ഖരാക്ഷരങ്ങളോട് ഹ എന്ന ചിഹ്നം ചേരുമ്പോഴാണ്. ഖ അധികം ഹായാണ് എന്തെന്ന് പറയാ? ഘ എന്ന് പറയാം. അതേപോലെ തന്നെ മൃദു ആകുമ്പോൾ നമ്മൾ ഒന്ന് മൃദുവായിട്ട് ഉച്ചരിക്കുന്നത്, അതിൽ പറയുന്ന പോലെ തന്നെ മൃദുവായിട്ട് ഗ, ഗ, ജ, ഡ, ധ, ഭ, ഗ, ജ, ഡ, ധ, ഭ എന്നാണ് നമ്മൾ പറയാം. അത്തരത്തിലുള്ളതാണ് മൃദു. ഈ മൃദുവിനോട് ഹ ചേരുമ്പോഴാണ് ഘോഷം ലഭിക്കുക. ഘോഷം എന്ന് ഘ, ജ, ഡ, ധ, ഭ, ഗ, ജ, ഡ, ധ, ഭ. ഒരു അതിനോട് ഹ ചേരുമ്പോഴാണ് ഘോഷം ഉണ്ടാവുക. പിന്നെ നമ്മുടെ അനുനാസികങ്ങളും വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചരിക്കുമ്പോൾ തന്നെ അങ്ങ, അഞ്ഞ, അണ്ണ, അന്ന, അമ്മ, നമ്മുടെ ഒരു മൂക്കിലെ ആ ഒരു ഇത് വരും, സ്പർശം വരും അതിന് അല്ലേ. അനുനാസികങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത്തരത്തിലാണ് എന്ത് തിരിക്കുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത്. ഖരം ഒരു ഗാംഭീര്യത്തോടെയൊക്കെ നമ്മൾ ഉച്ചരിക്കുന്ന ക, ച, ട, ത, പ. ഇതിനോട് ഘ ചേരുമ്പോൾ ഗ, ജ, ഡ, ധ, വ എന്ന് ഹ ചേരുമ്പോഴാണ് അധികരം ഉണ്ടാവുക. പിന്നെ മൃദുവിനോട് ഹ ചേരുമ്പോൾ ഘോഷം ഉണ്ടാവും. പിന്നെ അനുനാസികം. ഇത്രയൊക്കെയാണ് നമ്മൾ കച്ചട്ടത്തപ്പയെ വേർതിരിക്കുന്നത്. ഇത് നോക്കുക. അതേപോലെ തന്നെ
കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, ടവർഗം എന്നിങ്ങനെയും തിരിക്കുന്നുണ്ട്. കവർഗം എന്ന് പറഞ്ഞാല് ക, ഘ, ഗ, ഘ, ങ ഇത് ഉൾപ്പെടുത്തുന്നത് കവർഗം. ചവർഗം ച, ച, ജ, ജ, ഞ ഇത് ഉൾപ്പെടുന്നത് ചവർഗമാണ്. ടവർഗം എന്ന് പറയുന്നത് ട, ഠ, ഡ, ഡ, ണ. പിന്നെ തവർഗം ത, ഥ, ദ, ധ, ന. പവർഗം പ, ഭ, ബ, ഭ, മ. പിന്നെ ടവർഗം ടവർഗം ട, ന എന്നിങ്ങനെ ഈ രീതിയിലല്ല എഴുതുക. നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലിപിയുണ്ട്. അത് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എല്ല് പോലെ ഇട്ടിട്ട് ഉള്ള ടായും അതേപോലെ തന്നെ നാക്കി ഒരു കുനിപ്പുള്ള നായുമാണ് എഴുതുക. നമ്മളെ ഫോണിൽ അതിനുള്ള ആ ലിപി എഴുതാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എഴുതാത്തത്. ടവർഗവും നവർഗവും അത് ഇപ്പം അങ്ങനെ ഉപയോഗത്തിലില്ല. നമ്മൾ ഈ നവർഗം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ നനയുന്നു എന്നൊക്കെ പറയുമ്പോൾ ന എന്നത് ഈ കുനിപ്പുള്ള അതുകൊണ്ടും ന എന്നത് നമ്മുടെ തവർഗത്തിലെ നാ കൊണ്ടുമാണ് എഴുതുക. അതാണ് ആ നാകൾ തമ്മിലുള്ള വ്യത്യാസം. മലയാളത്തിൽ 2 നാകൾ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു നായേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് ഈ വ്യഞ്ജനാക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പറയാനുള്ളത് ഈ വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ അതിൻ്റെ ഉച്ചരിക്കുന്ന എവിടെ നമ്മൾ ഉച്ചാരണം വരുന്ന രീതി അനുസരിച്ച് അതിനെ 6 തിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ നാവ് എവിടെ സ്പർശിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്ഷരങ്ങളെ തിരിക്കുന്നത്. അതിനെ ഖണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം, വാത്സ്യം എന്നിങ്ങനെയാണ് തിരിക്കുന്നത്. ഖണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം, വാത്സ്യം എന്നിങ്ങനെയാണ് തിരിക്കുന്നത്. ഖണ്ഡ്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ക, ഘ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ശബ്ദത്തിൻ്റെ ഒരു ഇത് വരുന്നത് നമ്മുടെ തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. നമ്മളവിടെ കൈവച്ച് നോക്കിയാൽ അറിയാം. ക, ഘ, ഘ, ഗ, ങ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അവിടെ ഖണ്ഡ്യത്തിൽ നിന്നാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അത്തരത്തിലുള്ള ആ വർഗമാണ് കവർഗം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുക, ഖണ്ഡ്യം എന്ന് പറയാം. ഈ താലവ്യമായാൽ നമ്മൾ ച, ച, ജ, ജ, ഞ ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ നോക്കുക, നമ്മൾ തൊണ്ടയിൽ നിന്ന് തൊട്ട് മേലെയുള്ള ആ ഒരു ഭാഗം താലവ്യം നമ്മൾ അവിടെയാണ് നമുക്ക് ച, ഛ, ജ, ജ, ഞ എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുക. അത്തരത്തിലുള്ള അക്ഷരങ്ങളെയാണ് എന്ത് പറയുക, താലവ്യം എന്ന് പറയാം. ച, ജ, 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 ഞ. ഇനി മൂർധന്യം ആവുമ്പോൾ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു മേൽത്തട്ടിൽ തട്ടും നമ്മളെ നാവ്. ട, ഠ, ണ, ട, ഢ, ഡ, ഢ, ണ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ മേലായിട്ട് നമ്മുടെ അണ്ണാക്കിൽ നമ്മുടെ നാവ് തട്ടും. അത്തരത്തിലുള്ള അക്ഷരത്തെ എന്ത് പറയുന്നു, മൂർധന്യം എന്ന് പറയുന്നു. പിന്നെ ദന്ത്യം. ദന്ത്യം എന്ന് പറയുമ്പോൾ ത എന്നുള്ള അക്ഷരങ്ങൾ ത, ഥ, ധൻ, ധ, ന എല്ലാ അക്ഷരങ്ങളും പറയുമ്പോൾ നമ്മൾ നാവ് പല്ലിൽ തട്ടുന്നുണ്ട്. ദ, ധ, ത, ധ, ധൻ, ധ, ന നാവ് തട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള അക്ഷരത്തെ എന്താ പറയും, ദന്ത്യം എന്ന് പറയും. പിന്നെ പവർഗം. പവർഗം പറയുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ അത് നോക്കാം. ഭ, 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 മ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടാണ് ഉപയോഗിക്കുക. ആ അക്ഷരങ്ങളെ എന്ത് പറയും, പവർഗം എന്ന് പറയും. പിന്നെ വാത്സ്യം. ട, ന, ട, ന അത് നമ്മുടെ മോണ ആ ഒരു ഭാഗത്ത് നമ്മൾ നാവ് തട്ടുന്ന ട, ന എന്നൊക്കെ പറയുമ്പോൾ പല്ലിൻ്റെ നേരെ മുകളിലുള്ള ഭാഗത്താണ് നാവ് തട്ടുക. അത്തരത്തിലുള്ള അക്ഷരങ്ങളെ എന്താണ്, വാത്സ്യം എന്ന് പറയും. അപ്പം
വ്യഞ്ജനാക്ഷരങ്ങൾ ഓർത്തു വെക്കുക. വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ വർഗങ്ങളെ തിരിക്കുന്നത് കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, ടവർഗം എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. ഈ വർഗീകരിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉച്ചാരണ സ്ഥാനം എവിടെ നിന്നാണ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ഠ്യം, വർസ്യം എന്നിങ്ങനെയും തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ പറഞ്ഞു. പിന്നെ നമുക്കറിയാമല്ലേ, വ്യഞ്ജനാക്ഷരങ്ങൾ ഈ വർഗാക്ഷരങ്ങൾ കൊണ്ട് മാത്രം തീരുന്നില്ല. നമ്മൾ യാ, രാ, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ എന്നിങ്ങനെ ഉണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ എന്നറിയാം. ഈ ആ അക്ഷരങ്ങളെ നമ്മൾ മധ്യമങ്ങൾ, ഊഷ്മാക്കള്, ഘോഷി എന്നിങ്ങനെയും തിരിക്കുന്നുണ്ട്. മധ്യമങ്ങൾ, ഊഷ്മാക്കള്, ഘോഷി. മധ്യമങ്ങള് ഏതൊക്കെയാ നോക്കാം. യ, ര, ല, വ, ള, ഴ, റ. യ, ര, ല, വ, ള, ഴ, റ. ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന് സ്വരാക്ഷരങ്ങളെ പോലെ സ്പർശമില്ല. എന്നാല് സ്വരാക്ഷരങ്ങളെ പോലെയും സ്പർശമില്ല, വ്യഞ്ജനാക്ഷരങ്ങളെ പോലെയും സ്പർശമില്ല. എവിടെയും സ്പർശിക്കാതെയാണ് മധ്യമങ്ങൾ പുറത്തു വരിക. യ, ര, ല, വ, ള, ഴ, റ എന്നിങ്ങനെ നമ്മൾ അക്ഷരങ്ങൾ പറയുമ്പോൾ നമ്മളെ നാവ് എവിടെയും സ്പർശിക്കുന്നില്ല. അത്തരത്തിൽ നാവ് എവിടെയും സ്പർശിക്കാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ മധ്യമങ്ങൾ എന്ന് പറയുന്നു. യ, ര, ല, വ, ള, ഴ, റ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഊഷ്മാക്കള്. ഊഷ്മാക്കൾ എന്ന് പറഞ്ഞാല് ഷ, ഷ, സ എന്നീ അക്ഷരങ്ങളാണ് ഊഷ്മാക്കള്. ഈ ഊഷ്മാക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഊഷ്മാക്കള് ഉച്ചാരണ വേളയിൽ നാവ് പകുതി മാത്രമേ സ്പർശിക്കുള്ളൂ. ഉച്ചാരണ സ്ഥാനങ്ങളിൽ പകുതി മാത്രമേ സ്പർശിക്കുള്ളൂ. ഇപ്പൊ ഷ, ഷ, സ എന്നൊക്കെ പറഞ്ഞു നോക്കാം. അപ്പോൾ ഒരു നമ്മൾ ഒരു കാറ്റും വെളിയിൽ ഷ, സ, ഹ ഷ, ഷ, സ എന്ന് പറയുമ്പോൾ നമ്മുടെ വായ്ക്കുള്ളിൽ നിന്നൊരു കാറ്റൊക്കെ വരില്ലേ, അത് നാവ് പൂർണ്ണമായിട്ടും ഉച്ചാരണ സ്ഥാനങ്ങളിൽ സ്പർശിക്കാത്തത് കൊണ്ടാണ്. അത്തരം അക്ഷരങ്ങളെ നമ്മൾ ഊഷ്മാക്കൾ എന്ന് പറയുന്നു. പിന്നെയുള്ളത് ഘോഷി. ഘോഷി അക്ഷരം ഹ എന്ന അക്ഷരം മാത്രം ഉൾപ്പെടുന്നതാണ് ഘോഷി. ഘോഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഘോഷി വരുന്ന നമ്മൾ കവർഗം പറഞ്ഞു, ഖണ്ഡ്യമാണ് അതിൻ്റെ ഉച്ചാരണ സ്ഥാനം എന്ന്. അതേപോലെ ഹായുടെ ഉച്ചാരണ സ്ഥാനവും ഖണ്ഡ്യമാണ്. എന്നാൽ ഈ ഹ ഉച്ചരിക്കുമ്പോൾ നാവ് ഒരു സ്ഥാനത്തും തട്ടുന്നില്ല. അപ്പോൾ ക, ഖ, ഗ, ഗ, ങ, ങ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഹ എന്ന അക്ഷരവും എന്താണ്, ഖണ്ഡ്യത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അത് നാവ് എവിടെയും തട്ടുന്നില്ല. ഖണ്ഡ്യത്തിന്റെ നേർക്ക് നാവിന്റെ മൂലഭാഗം ഉയരുക മാത്രമാണ് ചെയ്യുക. അത്തരം അക്ഷരമാണ് ഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹ എന്ന അക്ഷരം ആണ് ഘോഷി. ആ അക്ഷരം മാത്രമാണ് ഘോഷി. അത് ഖണ്ഡത്തിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. എന്നാൽ നാവ് എവിടെയും സ്പർശിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ മറ്റൊരു വേർതിരിവെന്ന് പറയുന്നത് ള, ഴ, റ എന്നീ അക്ഷരങ്ങൾ മധ്യമങ്ങളാണെന്ന് പറഞ്ഞു. അത് ദ്രമിഡ മധ്യമങ്ങൾ എന്നുകൂടിയാണ് അറിയപ്പെടുക. ദ്രമിഡ മധ്യമങ്ങൾ എന്നാണ് ള, ഴ, റ എന്നീ അക്ഷരങ്ങൾ അറിയപ്പെടുക. മധ്യമങ്ങളിൽ പെടുന്നത് തന്നെയാണ് ള, ഴ, റ. അതിന് എവിടെ ഉച്ചാരണ സ്ഥാനം എവിടെയും സ്പർശിക്കുന്നില്ല. എവിടെയും സ്പർശിക്കാതെ വെളിയിൽ വരുന്ന അക്ഷരങ്ങളാണ് അത്. പക്ഷെ അതിനെ ദ്രമിഡ മധ്യമങ്ങൾ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുപോലെ ഈ അക്ഷരങ്ങളുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ മറ്റൊരു വേർതിരിവാണ് ദൃഢം,
ശിഥിലം എന്നിങ്ങനെ. ഇതെന്ന് പറയുന്നത് ദൃഢാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കള് ഈ അക്ഷരങ്ങൾ പെടുന്നതാണ് എന്ത് ദൃഢം എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഖരം, അധികരം, മൃദു, ഘോഷം. ക ഖ ഗ, ഖ ഖ ഗ ഘ. അവിടെ ച ച ച ച. അനുനാസികങ്ങൾ ഇല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും പിന്നെ ഊഷ്മാക്കളും പെടുന്നതാണ് എന്തെന്ന് പറയാം ദൃഢാക്ഷരങ്ങൾ എന്ന് പറയാം. ഊഷ്മാക്കൾ എന്ന് പറഞ്ഞാൽ ഷ ഷ സ എന്നിവയും അനുനാസികങ്ങൾ ഒഴികെയുള്ള വർഗാക്ഷരങ്ങളും വരുന്നതാണ് ദൃഢം എന്ന് പറയുന്നത്. ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാക്കള് എന്നിവയാണ് ദൃഢത്തിൽ വരുന്നത്. ശിഥിലാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അനുനാസികങ്ങളും മധ്യമങ്ങളും ഘോഷിയും ദ്രാവിഡ മധ്യമങ്ങളും ഉൾപ്പെടുന്നത്. അനുനാസികം, മാധ്യമങ്ങള്, ഘോഷി, ദ്രാവിഡ മധ്യമങ്ങളും ഉൾപ്പെടുന്നതാണ് എന്താ പറയാ ശിഥിലം എന്ന് പറയാ. എന്ന് വെച്ചാല് ങ ഞ ണ ന മ, ങ നമ്മയും യാരാലാവ ളാഴാറായും പിന്നെ ഘോഷിയും ഘോഷി ഹായും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയാ ശിഥിലം എന്ന് പറയാ. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളുടെ മറ്റൊരു വർഗീകരണമാണ് ശ്വാസി എന്നും നാദി എന്നും. ശ്വാസി ഇത് നാവിന്റെ ചലനത്തെ മുൻനിർത്തി തന്നെയാണ് ഇങ്ങനെ വേർതിരിക്കുന്നത്. എന്താന്ന് വെച്ചാല് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കണ്ഠരന്ധ്രം തുറന്നുച്ചരിക്കുന്നതിനെ ശ്വാസി എന്ന് പറയുന്നു. കണ്ഠരന്ധ്രം തുറന്നു ഉച്ചരിക്കുന്നതിനെയാണ് ശ്വാസി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുക ഖരം, അധികരം, ഊഷ്മാക്കള് ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുക. എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ നോക്കുക ഖ ഘ ട ഷ സ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ഠരന്ധ്രം നമ്മൾ തുറന്നാ ഉച്ചരിക്കുക. നമ്മുടെ ഖ ഘ. അപ്പൊ നമ്മളെ വാ തുറന്ന് നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അപ്പൊ നമ്മളെ ശ്വാസവും പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള അക്ഷരങ്ങളെ എന്താ പറയുന്നു ശ്വാസികൾ എന്ന് പറയുന്നു. ശ്വാസികൾ എന്ന് പറയുന്നത് ഖരവും അധികരവും ഊഷ്മാക്കളും ഉള്ളതാണ് ശ്വാസി എന്ന് പറയുന്നത്. ഇനി നാദി വരുമ്പോ അതിലുൾപ്പെടുക മൃദു, ഘോഷം, അനുനാസികം, മധ്യമങ്ങള്, സ്വരങ്ങള് ഇവയൊക്കെ എന്തിൽപ്പെടും നാദിയിൽപ്പെടും. നാദി എന്ന് പറയുമ്പോൾ ശ്വാസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ഖണ്ഡരന്ധ്രം അടച്ചുവച്ചിരിക്കുന്ന അക്ഷരങ്ങളാണ്. അത് മൃദു, ഘോഷം, അനുനാസികം, മധ്യമങ്ങള്, സ്വരങ്ങള് എന്നിവയൊക്കെയാണ് എന്തിൽപ്പെടുക നാദിയിൽപ്പെടുക. ഇത്തരത്തിലാണ് എന്താണ് ശ്വാസി എന്നും നാദി എന്നും തിരിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ സ്വരാക്ഷരങ്ങളിലെ നമുക്ക് ഹ്രസ്വം ദീർഘം എന്ന് തിരിക്കുന്നത് പോലെ തന്നെ സമാനാക്ഷരമെന്നും സന്ധ്യാക്ഷരമെന്നും രണ്ടായിട്ട് തിരിക്കാം. സമാനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരം പിരിച്ചെഴുതുന്ന അക്ഷരങ്ങൾ സമാനായിരിക്കും. ഒരു അക്ഷരം പിരിച്ചെഴുതപ്പെടുന്ന അക്ഷരങ്ങൾ രണ്ടും ഒന്നായിരിക്കും. അത്തരത്തിലുള്ളതിനെയാണ് സമാനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ എന്ന അക്ഷരത്തെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ അ അധികം അ ആണ് ആ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. എന്ന് വെച്ചാൽ അ എന്നത് ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്നതും ആ എന്നത് രണ്ട് മാത്ര. അതിനോട് ആ ഒരു മാത്ര ആയും കൂടെ. ഈ സന്ധ്യാക്ഷരങ്ങൾ നോക്കിയാൽ സന്ധ്യാക്ഷരങ്ങൾ ഒരക്ഷരത്തെ പിരിച്ചെഴുതുമ്പോൾ രണ്ടക്ഷരങ്ങളാണ് ഉണ്ടാവുക. സമാനാക്ഷരങ്ങൾ പിരിച്ചെഴുതുമ്പോൾ ഒരേ അക്ഷരമാണ് ഉണ്ടാവുക. പക്ഷെ സന്ധ്യാക്ഷരങ്ങൾ പിരിച്ചെഴുതുമ്പോൾ രണ്ടക്ഷരങ്ങൾ ഉണ്ടാവും. അതിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ഇതൊക്കെയാണ് എ ഐ ഒ ഓ ഔ ഈ അക്ഷരങ്ങൾ. എന്ന് വെച്ചാൽ ആ അധികം ഇ ആണ് എ അധികം ഇ ആണ് എ എന്ന് വരാം. ആ അധികം എ ആണ് ഐ. ആ അധികം ഉ ആണ് ഓ. ആ അധികം ഊ ആണ് ഓ വരാം. ആ അധികം ഓയാണ് എന്ത് വരാ ഔ വരാ. അത്തരത്തിലാണ്
സന്ധ്യാക്ഷരങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ ഓ എന്ന അക്ഷരത്തെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ആ എന്നും ഉ എന്നുള്ള അക്ഷരങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ രണ്ടക്ഷരങ്ങൾ ചേർന്നിട്ട് രണ്ടക്ഷരം സന്ധിച്ചുണ്ടാവുന്ന അക്ഷരത്തെയാണ് സന്ധ്യാക്ഷരം. കൂടി ചേർന്നുണ്ടാവുന്ന അക്ഷരമാണ് സന്ധ്യാക്ഷരം. ഇത്രയാണ് നമ്മൾ മലയാളത്തിലെ അക്ഷരങ്ങളെ വേർതിരിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അക്ഷരങ്ങളെ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. അതിൽ സ്വരാക്ഷരങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവയാണ്. എന്നാൽ എല്ലാ അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളുണ്ട്. ആ എന്ന അക്ഷരത്തിനൊഴികെ ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളുണ്ട് എന്നും പറഞ്ഞു. ഈ ചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളോട് ചേരുമ്പോഴാണ് നമുക്ക് അക്ഷരങ്ങളും വാചകങ്ങളും പിന്നെ പദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ സ്വരാക്ഷരത്തെ ഹ്രസ്വമെന്നും ദീർഘമെന്നും തിരിക്കും. അതേപോലെ സമാനമെന്നും സന്ധ്യാക്ഷരങ്ങളെന്നും നമുക്ക് സ്വരാക്ഷരങ്ങളെ തിരിക്കാം. ഹ്രസ്വം എന്ന് പറയുമ്പോൾ ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്നതും ദീർഘം 2 മാത്ര കൊണ്ട് ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം ഒരു മാത്രയുള്ളത് ഹ്രസ്വം എന്നും പറയുന്നു. 2 മാത്രയുള്ളതിനെ നമ്മൾ ദീർഘമെന്നും പറയുന്നു. പിന്നെ മറ്റൊന്ന് സമാനാക്ഷരം സന്ധ്യാക്ഷരം എന്ന് പറഞ്ഞു. സമാനാക്ഷരം എന്ന് പറയുന്നത് ഒരക്ഷരത്തിനെ വർഗീകരിക്കുമ്പോൾ ഒരക്ഷരത്തിനെ പിരിച്ചെഴുതുമ്പോൾ 2 സമാനാക്ഷരങ്ങൾ വരുന്നത് സമാനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു. സന്ധ്യാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ 2 വ്യത്യസ്ത അക്ഷരങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്ന അക്ഷരങ്ങളാണ് സന്ധ്യാക്ഷരങ്ങൾ എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് കടന്നു. വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ തിരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഖരം അധികരം എന്നതിനെ തന്നെ അതിന്റെ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ കവർഗം, ചവർഗം, തവർഗം, ടവർഗം, പവർഗം, ടവർഗം എന്നിങ്ങനെ 6 ആക്കിയും തിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള അക്ഷരങ്ങളെ, ഈ വർഗാക്ഷരങ്ങളല്ലാതെ മറ്റുള്ള അക്ഷരങ്ങളെ ഊഷ്മാക്കള്, മധ്യമങ്ങള്, ദ്രമിഡ മധ്യമങ്ങള്, ഘോഷി എന്നിങ്ങനെയും തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വർഗാക്ഷരങ്ങളെ നമ്മൾ കണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം, വാർസ്യം എന്നിങ്ങനെയും തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിന്റെ ഉച്ചാരണം, നാവിന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്വാസി എന്നും നാദി എന്നും തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശ്വാസി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസം പുറത്തേക്ക് വരുന്ന അത്തരത്തിൽ നമ്മൾ കണ്ഠരന്ധ്രം തുറന്നുച്ചരിക്കുന്നത് ശ്വാസി എന്നും കണ്ഠരന്ധ്രം അടച്ചുച്ചരിക്കുന്നതിനെ നാദി എന്നുമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മൾ അക്ഷരമാലയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അക്ഷരം എന്നതിന് അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. അക്ഷരം എന്നതിന് അർത്ഥം എന്ത് എന്നതാണ് അർത്ഥം. ഓപ്ഷൻ എ ഉച്ചരിക്കാൻ പറ്റുന്നത്, ഓപ്ഷൻ ബി ഉച്ചരിക്കാൻ പറ്റാത്തത്, ഓപ്ഷൻ സി ക്ഷരമില്ലാത്തത്, ഓപ്ഷൻ ഡി ക്ഷരമുള്ളത്. ഓപ്ഷൻ എ ഉച്ചരിക്കാൻ പറ്റുന്നത്, ഓപ്ഷൻ ബി ഉച്ചരിക്കാൻ പറ്റാത്തത്, ഓപ്ഷൻ സി ക്ഷരമില്ലാത്തത്, ഓപ്ഷൻ ഡി ക്ഷരമുള്ളത് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അക്ഷരം എന്നതിൻ്റെ അർത്ഥം എന്നതാണ് ചോദ്യം. അക്ഷരം എന്നതിൻ്റെ അർത്ഥം ക്ഷരമില്ലാത്തത് എന്നാണ്. ക്ഷരമില്ലാത്തത് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, നശിക്കാത്തത് എന്നാണ് അക്ഷരത്തിൻ്റെ. ക്ഷരം എന്നതിൻ്റെ അർത്ഥം നാശം എന്നാണ്. അക്ഷരം എന്ന് പറയുമ്പോൾ ക്ഷരമില്ലാത്തത്, ആ എന്ന് പറയുമ്പോൾ അതൊരു നിഷേധാർത്ഥമായിട്ട് നാശമില്ലാത്തത് എന്നുള്ള അർത്ഥം വരുന്നു. അത്തരത്തിൽ നാശമില്ലാത്തത് എന്നാണ് ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത് എന്നൊക്കെയാണ് അക്ഷരം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ശാസിയും നാദിയുമായ അക്ഷരം ഏത്? ശാസിയും നാദിയുമായ അക്ഷരം ഏത് എന്നതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഹായാണ്. ഹ എന്നത് ശ്വാസിയിലും നാദിയിലും പെടുന്ന അക്ഷരമാണ് ഹ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഘോഷി ശ്വാസിയും നാദിയുമാണ്.
ഈ രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഖരത്തിനോട് ഘോഷി ചേർന്നിട്ട് അധികരവും മൃദുവിനോട് ഘോഷി ചേർന്നിട്ട് ഘോഷവും ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ശ്വാസിയിലും നാദിയിലും പെടുന്ന അക്ഷരമായതുകൊണ്ടാണ് ഘോഷം അഥവാ ഹ എന്നത് ശ്വാസിയിലും നാദിയിലും ഉൾപ്പെടുന്നതായതുകൊണ്ടാണ് അത് ഖരത്തോട് ചേർന്നിട്ട് അധികരവും മൃദുവിനോട് ചേർന്നിട്ട് ഘോഷവും ഉണ്ടാകുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സ്വയം ഉച്ചാരണക്ഷമമല്ലാത്ത അക്ഷരങ്ങൾ ഏവ? സ്വയം ഉച്ചാരണക്ഷമമല്ലാത്ത അക്ഷരങ്ങൾ ഏവ? ഓപ്ഷൻ എ വ്യഞ്ജനങ്ങൾ, ഓപ്ഷൻ ബി സ്വരങ്ങൾ, ഓപ്ഷൻ സി വർണ്ണങ്ങൾ, ഓപ്ഷൻ ഡി ചില്ലക്ഷരങ്ങൾ. ഓപ്ഷൻ എ വ്യഞ്ജനങ്ങൾ, ഓപ്ഷൻ ബി സ്വരങ്ങൾ, ഓപ്ഷൻ സി വർണ്ണങ്ങൾ, ഓപ്ഷൻ ഡി ചില്ലക്ഷരങ്ങൾ. ഇതിൽ സ്വയം ഉച്ചാരണക്ഷമമല്ലാത്ത അക്ഷരങ്ങൾ ഏവ എന്നതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് വ്യഞ്ജനങ്ങളാണ്. വ്യഞ്ജനങ്ങളാണ് സ്വയം ഉച്ചാരണക്ഷമമല്ലാത്തത്. സ്വരാക്ഷരങ്ങളും വർണ്ണങ്ങളും ചില്ലക്ഷരങ്ങളും എന്താണ്? സ്വയം ഉച്ചാരണക്ഷമങ്ങളാണ്. എന്നാൽ വ്യഞ്ജനങ്ങളോട് സ്വരങ്ങൾ ചേരുമ്പോൾ മാത്രമേ അത് ഉച്ചാരണക്ഷമമാവുകയുള്ളൂ. ഇനി അടുത്ത ചോദ്യം. തവർഗം ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഉച്ചാരണ സ്ഥാനം ഏത്? സ്ഥാനത്തെ മുൻനിർത്തിയുള്ള ചോദ്യമാണ്. തവർഗം ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥാനം. ഓപ്ഷൻ എ ദന്തം, ഓപ്ഷൻ ബി മൂർധന്യം, ഓപ്ഷൻ സി വത്സ്യം, ഓപ്ഷൻ ഡി ഓഷ്ട്യം. ഇത് നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ചോദ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഏതാണ്? വത്സ്യമാണ് ടവർഗം ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഉച്ചാരണ സ്ഥാനം. ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ നോക്കാം. ഭാഷയിലെ എഴുതി കാണിക്കുന്ന ദൃശ്യചിഹ്നങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ഭാഷയിലെ എഴുതി കാണിക്കുന്ന ദൃശ്യചിഹ്നങ്ങളെ വിളിക്കുന്ന പേരെന്ത് എന്നതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ലിപിയാണ്. ഭാഷയിൽ എഴുതി കാണിക്കുന്ന ദൃശ്യചിഹ്നങ്ങളെ വിളിക്കുന്ന പേര് ലിപി എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അക്ഷരമാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.